പോലീസ് ആക്രമണങ്ങൾ ന്യായീകരിച്ച് CPM നേതാവ് ഇ പി ജയരാജൻ. പോലീസിനെതിരായ പ്രചരണം ആസൂത്രിതമാണെന്നാണ് ഇപിയുടെ വാദം. ദൃശ്യങ്ങൾ മാത്രം നോക്കി നടപടിയെടുക്കാനാകില്ല. മുൻപ് നടന്ന സംഭവത്തെ ഇപ്പോൾ നടന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് മാത്രമേ നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ തൂക്കിക്കൊല്ലാനോ തല്ലാനോ കഴിയില്ലല്ലോ എന്നും ന്യായീകരണം. പോലീസ് സേനയിലെ എല്ലാവരും സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ നടക്കുന്നവരല്ലെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. ഞാൻ ഒരു ഗവൺമെന്റിന്റെ മുമ്പാകെ വസ്തുതകൾ വരുമ്പോഴല്ലേ അതിലിടപെടാനും നടപടികൾ സ്വീകരിക്കാനും കഴിയൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതേ ഉള്ളൂ. ഈ സംഭവം നടന്നപ്പോൾ ആ പരാതിക്കാരൻ പരാതി കൊടുത്തിട്ടുണ്ടോ? എന്താ കൊടുക്കാതിരുന്നത്? കൊടുത്തിരുന്നെങ്കിൽ അപ്പോൾ തന്നെ നിലപാട് സ്വീകരിക്കും. ഒരു ഗവൺമെന്റിന്റെ മുമ്പാകെ വസ്തുതകൾ വരുമ്പോൾ മാത്രമല്ലേ ഗവൺമെന്റിന് നിലപാട് സ്വീകരിക്കാൻ സാധിക്കുക. അത് സ്വീകരിച്ചല്ലോ. ഒരു ദൃശ്യത്തിൻ്റെ മേലെ മാത്രം നമ്മൾ നിലപാടെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ കാണേണ്ടത് ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. ആ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കണം. ആ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കും. ദൃശ്യം കണ്ട് അതിൻ്റെ മേലെ നിലപാടിലേക്ക് എത്തുകയല്ല. എല്ലാ വസ്തുതകളും പരിശോധിച്ച് നടപടി സ്വീകരിക്കും. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. CCTVയിൽ വന്ന കാര്യങ്ങൾ പരിശോധിച്ച് അതിൻ്റെ നിയമപരമായ കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ നടക്കും. സസ്പെൻഡ് ചെയ്തില്ലേ? ഇപ്പം ഗവൺമെൻറ്റിന് മുമ്പാകെ വന്നപ്പോൾ 4 ആളെ സസ്പെൻഡ് ചെയ്തില്ലേ? നിങ്ങൾ അതെന്താ കാണാത്തത്? ശമ്പളം കിട്ടലല്ല, നിങ്ങൾ ആളെ തൂക്കിക്കൊല്ലലാണോ ഇപ്പം ചെയ്യേണ്ടത്? നാളെ രാവിലെ അവരെ തൂക്കിക്കൊല്ലാൻ കഴിയോ? അവരെ തല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇവിടെ നിയമങ്ങളും ചട്ടങ്ങളും ഇല്ലേ?